ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ നോക്കാൻ പോകുന്നത് ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും. ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൊഡ്യൂൾസ് അല്ലെങ്കിൽ എന്താ സ്മോളർ യൂണിറ്റ് ഓഫ് ആക്ടിവിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഞങ്ങൾക്ക് റീയൂസബിൾ ആയിട്ട് ഒരു ആക്ടിവിറ്റി തന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി തന്നെ രണ്ട് മൊഡ്യൂൾസ് ആയിട്ട്, ഇപ്പോൾ ഇത് കണ്ടില്ലേ, മെയിൻ ആക്ടിവിറ്റി തന്നെ ഞാൻ ഹോമും അബൌട്ടും എന്ന് പറഞ്ഞിട്ട് രണ്ട് മൊഡ്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫ്രാഗ്മെന്റ്സ് എന്ന് പറയാം. അപ്പോൾ അതിന് അപ്പോൾ ആ രണ്ട് ഫ്രാഗ്മെന്റ്സ് ഞാൻ ഈ ഒരു മെയിൻ ആക്ടിവിറ്റി ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ഈ ടാബ് വ്യൂ വെച്ചിട്ട് സ്വിച്ച് ചെയ്യണത് കാണാൻ പറ്റും. ഇപ്പൊ ടാബ് വ്യൂവില് രണ്ട് ടാബ്സ് ഉണ്ടാവും, ഹോമും അബൌട്ടും എന്ന് പറഞ്ഞിട്ട്. ഹോം നിൽക്കുമ്പോൾ ഈ ഹോം എന്ന് പറഞ്ഞ സംഭവം കാണും, പിന്നെ അബൌട്ട് നിൽക്കുമ്പോൾ ഈ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ഫുൾ പേജിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഞങ്ങൾക്ക് ഈ ഹോമും അബൌട്ടും രണ്ട് ഫ്രാഗ്മെന്റ്സ് ആണ്, അത് രണ്ടും ഒറ്റൊരു മെയിൻ ആക്ടിവിറ്റിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് empty views ആക്ടിവിറ്റി, അതിന്റെ പേര് ഞാൻ ഫ്രാഗ്മെന്റ്സ് ഡെമോ ആപ്പ് എന്ന് പറഞ്ഞു കൊടുക്കണേ, ഫ്രാഗ്മെന്റ്സിന്റെ ഡെമോ കാണിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഫിനിഷ് കൊടുക്കുക. അത് ബിൽഡ് ചെയ്യാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഇനീഷ്യൽ ബിൽഡ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ മെയിൻ ആക്ടിവിറ്റിയും ലേഔട്ട്സും ഇത് രണ്ടും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ആക്ടിവിറ്റി പോലെ തന്നെ ഒരു മൊഡ്യൂളാണ്, സ്മോളർ വെർഷൻ ഓഫ് ആക്ടിവിറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഈ ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കിയിട്ട് ആക്ടിവിറ്റി നമ്മൾ ഇവിടെ നിന്ന് ആക്ടിവിറ്റി empty views ആക്ടിവിറ്റി അങ്ങനെയാണല്ലോ ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ ന്യൂ ഫ്രാഗ്മെന്റ്സ് ബ്ലാങ്ക് ഫ്രാഗ്മെന്റ് എന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഫ്രാഗ്മെന്റ് ആയിട്ട് ഇവിടെ ലേഔട്ട്സിൽ സ്റ്റോർ ആവും. അപ്പോൾ അതിന്റെ നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ത് ഫ്രാഗ്മെന്റ് ആണെന്നുള്ളത്, ഇപ്പോൾ ഹോം ആണല്ലോ, ഹോമും അബൌട്ടും ആണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഹോം ഫ്രാഗ്മെന്റ് എന്നിട്ട് ഹോം ഫ്രാഗ്മെന്റ് എന്ന് കൊടുക്കുക. ജാവ ക്ലാസ് ആയതുകൊണ്ട് എച്ച് ക്യാപിറ്റൽ എഫ് ക്യാപിറ്റൽ, ഇവിടെ അത് ഓട്ടോമാറ്റിക്കലി അത് വരും, സെയിം ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്യണ പോലെ തന്നെ. പിന്നെ ഇത് ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ കോഡായിരിക്കും, ഓൺ ക്രിയേറ്റും ഓൺ വ്യൂ അതൊന്നും മാറ്റാൻ നിൽക്കണ്ട, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് കോഡ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരില്ല മിക്കവാറും, ഞങ്ങൾ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമേ ഫ്രാഗ്മെന്റിലായിട്ടുള്ള. ഇതൊക്കെ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇത് എക്സ്റ്റെൻസ് ഫ്രാഗ്മെന്റ് ആയതുകൊണ്ട് അത് അതിന്റെ മെത്തേഡ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അത് നോക്കണ്ട. ഫ്രാഗ്മെന്റ് ഹോം ഞങ്ങൾ എടുക്കും. അപ്പോൾ നെക്സ്റ്റ് ഫ്രാഗ്മെന്റ് ഉണ്ടാക്കാം അതേപോലെ തന്നെ, ഫ്രാഗ്മെന്റ് ബ്ലാങ്ക് ഫ്രാഗ്മെന്റ് പറഞ്ഞിട്ട് അതിന്റെ പേര് അബൌട്ട് എന്നായിരിക്കും, അബൌട്ട് ഫ്രാഗ്മെന്റ്. അത് ഉണ്ടാക്കി ഇനി ഞങ്ങൾക്ക് ചെയ്യേണ്ടത് അതിന്റെ രണ്ടിന്റെയും XMLs എഡിറ്റ് ചെയ്യേണ്ടി വരും ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് മെയിൻ ആക്ടിവിറ്റിയിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, അതെടുത്ത് കളയാം. ഓക്കെ, അത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഫ്രാഗ്മെന്റ്സിൽ വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രെയിം ലേഔട്ട് തന്നെ ഉപയോഗിക്കാൻ ഞാൻ പറയാറില്ലേ, എനിക്ക് കൺസ്ട്രെയിന്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് കൺവേർട്ട് ടു കൺസ്ട്രെയിൻ ലേഔട്ട് എന്ന് പറഞ്ഞ് കൊടുക്കണേ. അപ്പോൾ അതിന്റെ ടിക്സ് നോക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അലൈൻ ചെയ്യാനൊക്കെ ഭയങ്കര പണിയായിരിക്കും, ഇതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് വ്യൂ ഇല്ലേ അത്. അപ്പോൾ ഞാനത് ഡിഫോൾട്ട് ആയിട്ടുള്ള ടെക്സ്റ്റ് വ്യൂ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ ഒരെണ്ണം ആഡ് ചെയ്യണേ. ആഡ് ചെയ്തിട്ട് അത് സെൻറ്റർ ആക്കണേ, ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും സെൻറ്റർ ആക്കണേ. പിന്നെ അതിന് ഐഡിയും കൊടുക്കാം. ഞാൻ ഐഡി ആവശ്യമില്ല, എന്നാലും ഹലോ ടെക്സ്റ്റ്. പിന്നെ വിട്ട് റീഫാക്ടർ ആയിട്ടില്ല, വിട്ട് റാപ്പ് കണ്ടന്റ് തന്നെ ഇരിക്കട്ടെ, ഹൈറ്റും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ അകത്തുള്ള ടെക്സ്റ്റിൻ്റെ പാർട്ടാണ്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഹലോ എന്ന് പറഞ്ഞിട്ടാണ്, അല്ല ഹലോ അല്ല, ഇതെന്തായിരുന്നു, ഹോം എന്നായിരുന്നു, ഹോമും എബൌട്ട് ആയിരുന്നല്ലോ. ഇപ്പുറത്ത് ഞാൻ ഹലോ മാറ്റിയിട്ട് ഹോം എന്നാക്കണേ, ഹോം ടെക്സ്റ്റ് എന്നാക്കണേ. ഇനി ഇവിടെ ഹാർഡ് കോഡ് ടെക്സ്റ്റ് അപ്പോൾ തന്നെ ആഡ് ചെയ്യുമ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്യാം, ഓൾട്ട് എൻ്റർ നോക്കിയിട്ട്. എന്നിട്ട് ആ ടെക്സ്റ്റിന് കളർ കൊടുക്കുക, ബ്ലാക്ക് കളർ കൊടുത്ത്. പിന്നെ ഫോണ്ട് സൈസ് ഞാൻ 34 വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് സെൻറ്റർ വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഫോണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റാം. ഫോണ്ട് ഞാൻ സാധാരണ ചെയ്യണത് തന്നെ പോപ്പിൻസ് തന്നെ വെച്ച് ചെയ്യണേ, പോപ്പിൻസ് ബ്ലാക്ക്. ഓക്കെ,
ഇതാണ് ഹോം ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോം ഫ്രാഗ്മെന്റ് മാറ്റുന്ന മുമ്പ് ഇതിന്റെ ഫ്രെയിം ലേഔട്ട്, മെയിൻ ലേഔട്ട് ഇല്ലേ, ഫ്രെയിം അല്ലത് കൺസ്ട്രെയിൻ ആണ് ഞങ്ങൾ മാറ്റിയായിരുന്നത്. അപ്പോൾ കൺസ്ട്രെയിൻ ലേഔട്ടിന്റെ ഇത് രണ്ടും മാച്ച് പാരന്റ് തന്നെയാണെന്ന് നോക്കുക, ജസ്റ്റ് ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി. മാച്ച് പാരന്റ് തന്നെയാണ് അത്. മാച്ച് പാരന്റ് ചെയ്താലേ ഞങ്ങൾക്ക് ഇവിടെ രണ്ടിനും മെയിൻ ആക്ടിവിറ്റിയിൽ രണ്ടും ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഹോമും അബൌട്ടും എന്ന് പറഞ്ഞിട്ട്, അത് രണ്ടും ഈക്വൽ സൈസ് ആവണമെങ്കിൽ അത് അങ്ങനെ വെക്കണം നല്ലത്. ഇപ്പോൾ ഹോം ഞങ്ങൾ വെച്ച് കഴിഞ്ഞ് എന്നിട്ട് ഇതേ സെയിം ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ടിടണേ. അപ്പുറത്ത് ഇടണ മുമ്പ് ഉള്ള ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ ഫ്രെയിം മാറ്റിയിട്ട് ഏതാണ് കൺസ്ട്രെയിൻ ലേഔട്ട് ആക്കണം. കൺസ്ട്രെയിൻ ലേഔട്ട് ആയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ടെക്സ്റ്റ് ഐ ഡി മാറ്റുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റീഫാക്ടർ ആണ് ആവണം. അപ്പോൾ ഓൾറെഡി ഉള്ള ഐ ഡി മാറ്റുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അബൌട്ട് എന്നാക്കിയാൽ മതി. അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ റീഫാക്ടർ ആയിട്ട് ഇവിടുത്തെ ഐ ഡിയും കൂടെ മാറും. അപ്പോൾ XML വന്നിട്ട് എഡിറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് അകത്തുള്ള കണ്ടന്റ് അല്ലേ, ടെക്സ്റ്റ് കണ്ടന്റ് മാറ്റിയിട്ട് അബൌട്ട് എന്നാക്കുക. അബൌട്ട് അതും ഹാർഡ് കോഡ് ടെക്സ്റ്റ് ആയിരിക്കും. അതും ഞങ്ങൾക്ക് ജസ്റ്റ് ഫിക്സ് ചെയ്യാം, സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് ഞങ്ങൾക്ക് വൈറ്റ് വെക്കാം, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി. ടെക്സ്റ്റിന്റെ കളർ വൈറ്റ്, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കുക. അപ്പോൾ ജസ്റ്റ് രണ്ടും രണ്ട് ഫ്രാഗ്മെന്റ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയാ. ഓക്കെ. അപ്പോൾ ഇതാണ് അബൌട്ട് ഫ്രാഗ്മെന്റ്, ഇത് ഹോം ഫ്രാഗ്മെന്റ്. അപ്പോൾ മെയിൻ ആക്ടിവിറ്റി ജാവയിൽ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ XML വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമാണ് ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഇതിൽ ഈ ഫ്രെയിം കണ്ടെയ്നർ വ്യൂ എന്ന് പറഞ്ഞ സംഭവമില്ലേ, അല്ലെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ ഫ്രെയിം അല്ല ഫ്രാഗ്മെന്റ് കണ്ടെയ്നർ വ്യൂ എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അത് വെക്കുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കും, ഇത് ഓൾറെഡി ഞങ്ങൾ ആക്ടിവിറ്റി അല്ല ഫ്രാഗ്മെന്റ്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, എന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണിക്കില്ല. അപ്പോൾ രണ്ട് ഫ്രാഗ്മെന്റ്സ് ആഡ് ചെയ്തിട്ട് ഫ്രാഗ്മെന്റ് കണ്ടെയ്നർ വ്യൂ ആഡ് ചെയ്യുക. അതിലിപ്പോൾ ഫസ്റ്റ് എനിക്ക് വേണ്ടത് ഹോം ആണ്. അപ്പം അത് ഞാൻ ഓക്കെ കൊടുക്കുന്ന മുമ്പ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൺസ്ട്രെയിന്റ് മാറ്റിയിട്ട് ഹൊറിസോണ്ടൽ എന്ന് വേണമെങ്കിൽ ആക്കാം. മറ്റേ കൺവേർട്ട് വ്യൂ കൊടുത്തിട്ട് കൺവേർട്ട് വ്യൂ കൊടുത്തിട്ട് ലീനിയർ ലേഔട്ട് ഹൊറിസോണ്ടൽ ആക്കാം. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിൽ കൺസ്ട്രെയിന്റ് വെക്കേണ്ടി വരില്ല. അപ്പോൾ ഇതിൽ ഫ്രാഗ്മെന്റ് കണ്ടെയ്നർ വെച്ചിട്ട് ഹോം ഫ്രാഗ്മെന്റ് കൊടുത്ത് ഓക്കെ. ഹോം ഫ്രാഗ്മെന്റിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ഓക്കെ. ഇനി നെക്സ്റ്റ് വീണ്ടും ഞങ്ങളൊരു ഫ്രാഗ്മെന്റ് കണ്ടെയ്നർ തന്നെ വെക്കാൻ പോണേ, അത് ഇവിടെ ആയിട്ട് വെക്കുക. നെക്സ്റ്റ് അബൌട്ട് ഫ്രാഗ്മെന്റ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഈ റൈറ്റ് സൈഡിൽ അബൌട്ടും ലെഫ്റ്റ് സൈഡിൽ ഹോം എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ അത് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം അത് റൺ ചെയ്യുമ്പോഴാണ് റെൻഡർ ആവുന്നത്. അപ്പോൾ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഫോൺ ഡിവൈസ് എൻ്റെ മാറ്റിയിട്ട് ഒരു സ്മോൾ ഡിവൈസ് ആക്കിയിട്ട് റാം കുറച്ച് വെച്ച്, അപ്പോൾ അങ്ങനെ ആയപ്പോൾ സ്പീഡ് ആവുന്നുണ്ട് ലോഡിങ് ടൈമൊക്കെ. ഈ ഒരു ചെറിയ ഡിവൈസ് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഡിവൈസ് ഫ്രെയിം മാറ്റിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആപ്പ് ഒന്ന് റൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ വന്ന്. ഇത് പൊക്കത്ത് മാത്രം വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഹൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നോക്കട്ടെ കേട്ടോ. ഇതിന് ഈ ലേഔട്ടിൻ്റെ ഹൈറ്റ് മാച്ച് പാരൻ്റാണ് കൊടുത്തേക്കണത്. അപ്പോൾ ഇവിടെ ആയിരിക്കും പ്രശ്നം. ഓക്കെ, കണ്ടോ ഹൈറ്റ് റാപ്പ് കണ്ടന്റ് എന്നായിരുന്നു. അത് ഞങ്ങൾക്ക് മാച്ച് പാരന്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഫുള്ള് ഹൈറ്റ് വന്നിപ്പോൾ. ഇതിനും അതേപോലെ തന്നെ മാച്ച് പാരന്റ് കൊടുക്കുക. അതെവിടെ മാച്ച് പാരന്റ് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെ ഹൈറ്റ് ഫുള്ള് വരും. ഞങ്ങൾക്ക് ഒന്ന് റീറൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ ഹൈറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ റീറൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റീഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നോക്കാം. ലോഡ് ആകുമ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസും രണ്ട് ഫ്രാഗ്മെന്റ്സും ഫുള്ള് ഹൈറ്റ് യൂസ് ചെയ്യും. അപ്പോൾ ആ രീതിയിലായിരിക്കും ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ. ഇപ്പോൾ ഫുൾ വിഡ്ത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്കൻഡ്. ഡിവൈസ് അറിയാണ്ട് ഓക്കെ. അപ്പോൾ ഹോമും അബൌട്ടും എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്രാഗ്മെന്റ്സ് ഞങ്ങൾ മെയിൻ ആക്ടിവിറ്റിയിൽ തന്നെ രണ്ട് ഫ്രാഗ്മെന്റ് ഏതായിരുന്നു ഫ്രാഗ്മെന്റ് കണ്ടെയ്നർ വ്യൂ വെച്ചിട്ട് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ കാണാൻ പോകുന്നത് ഒരു ടാബ്
ലേഔട്ട് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ രണ്ട് ടാബ്സ് ഉണ്ടാവും, ഹോമും എബൌട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഞങ്ങൾ ഹോം പേജ് ആയിരിക്കും കാണിക്കണം, അതായത് ഈ പേജ് ആയിരിക്കും കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ പൊക്കത്ത് എബൌട്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു സംഭവം ലോഡ് ആയി വരും. ഓക്കെ, അപ്പോൾ അത് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.